വാർത്ത വരുന്നുണ്ട്. നമ്മൾ ഡാൻസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡെസ്കിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, തൃശൂരിലെ കിറ്റ് വിവാദത്തിൽ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശിവപുരം ഉന്നതിയിലെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. കിറ്റുകൾ ഓർഡർ ചെയ്ത ബിജെപി പ്രാദേശിക നേതാവ് രാധാകൃഷ്ണനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി. കിറ്റ് വിതരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് LDF UDF സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടു. എന്നാൽ കിറ്റ് വിതരണത്തിൽ പങ്കില്ലെന്നാണ് ബിജെപി ആവർത്തിക്കുന്നത്. ആദ്യം പ്രതികരണങ്ങൾ കേൾക്കാം. യോഗത്തിന് ചെല്ലാൻ പറയുകയും ആ യോഗത്തിന് ചെന്നു കഴിഞ്ഞാൽ അവിടെ അരി കിറ്റൊക്കെ വിതരണം ചെയ്യുന്നുവെന്ന് പറയുകയും അത് വാങ്ങാൻ വേണ്ടി ആളുകൾ വരികയും അതിനുശേഷം കൂപ്പൺ കൊടുത്ത് സൂപ്പർ മാർക്കറ്റുകൾക്ക് വിട്ട് കൂപ്പൺ കൊടുത്ത് അരിയും കിറ്റും സാധനങ്ങൾ കൊടുക്കുന്ന ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെ ബാറുകളിലെ കൂപ്പൺ കൊടുത്ത് മദ്യം കൊടുക്കുന്നു എന്നുള്ളത് കേൾക്കുന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് BJPയെ സംബന്ധിച്ചിടത്തോളം തൃശൂർ പട്ടണത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് നമുക്കറിയാം. സമഗ്ര അന്വേഷണം വേണം, കേസെടുക്കണം, പരാതി കൊടുക്കും. ഞങ്ങളും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വിഷയം ദൗർഭാഗ്യകരമാണ്. അതിൽ പാർട്ടിയും മുന്നണിയും ഇടപെട്ടിട്ടുണ്ട്. അവരത്തരം കാര്യങ്ങൾ പഠിച്ച് നിയമപരമായ കാര്യങ്ങൾ ഇടപെടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും പരിചയമുള്ള ഒരാളല്ല. അല്ല, ഈ ജനാധിപത്യത്തെ പണാധിപത്യം റാഞ്ചി കൊണ്ടുപോകുന്നത് ഏതായാലും ശരിയായൊരു കാര്യമല്ല. ജനാധിപത്യം അതിൻ്റെ ആരോഗ്യത്തോടു കൂടി നടന്നാൽ മാത്രമേ യഥാർത്ഥമായ ജനവിധി ഉണ്ടാവുകയുള്ളൂ. അതിനെ അട്ടിമറിക്കാനുള്ള ഏത് പരിശ്രമവും ഇലക്ഷൻ കമ്മീഷനും ഇടപെട്ട് അതിൽ പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. എന്നെപ്പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിന് മെനക്കെടില്ല. എൻ്റെ ഒരു രീതിശാസ്ത്രം അതല്ല. അത് തിരുത്തപ്പെടും. പാർട്ടിയും മുന്നണിയും അതിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. അവർ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ജെയ്സൺ ചാമളപ്പിലുണ്ട്. ജെയ്സൺ ചാമളപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊരു ഭാരതരി വന്നിരുന്നു. പിന്നീട് ആരും ഭാരതരി വെച്ച് ഊണ് കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കിറ്റ് വിവാദം വരികയാണ്. എന്താണ് സംഭവിച്ചത് തൃശൂരിൽ? ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ ജെയ്സൺ. ഹാപ്പി ഈസ്റ്റർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്നലെ ഉണ്ടായ ഭക്ഷ്യക്കിറ്റ് വിവാദത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. തൃശൂർ വെസ്റ്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. BNS 170(1) അതുപോലെ തന്നെ 173 വകുപ്പുകളും ജനപ്രാതിനിധ്യ നിയമത്തിലെ 123(A)(1) വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. BJPയുടെ പ്രാദേശിക നേതാവായ രാധാകൃഷ്ണനെ ഒന്നാം പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 900 രൂപയുടെ 23 കിറ്റുകൾ ഇന്നലെ അവിടെ നിന്ന് വിതരണം ചെയ്തു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ശിവരാമപുരം കോളനിയിൽ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2000 രൂപ വീതം കോളനിയിലെ ആളുകൾക്ക് വിതരണം ചെയ്തു എന്ന പരാതി ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. അതേ നഗറിലെ ആളുകൾക്ക് തന്നെയാണ് ഇത്തവണയും ഇത്തരത്തിൽ കിറ്റ് വിതരണം നടത്താൻ തീരുമാനിക്കുന്നത്. BJP അത് നടത്തിയെന്നാണ് ഉന്നയിച്ചിരുന്ന ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. ഏകദേശം 50ഓളം കിറ്റുകളാണ് രാധാകൃഷ്ണൻ എന്ന വ്യക്തി അവിടെ ഓർഡർ ചെയ്തതെന്നാണ് ഇന്നലെ കടയുടമ തന്നെ വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 50 കിറ്റുകൾ തയ്യാറാക്കി. അതിൽ ഒട്ടുമിക്കതും ആളുകൾ കൊണ്ടുപോയി. പക്ഷെ BJP പ്രവർത്തകർ നേരിട്ട് പോയി പറഞ്ഞിട്ടല്ല. ഓരോ വീടുകളിലും ഈ കിറ്റുകൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ആ വീട്ടിലെ ആളുകൾ അടുത്ത വീട്ടിലെ ആളുകളോട് പറയും, അവർ വന്ന് വാങ്ങി. അങ്ങനെ കിറ്റ് വാങ്ങിക്കാൻ വരുന്നതിനിടയിലാണ് LDF പ്രവർത്തകർ അവിടെ എത്തുന്നതും അത് തടയുന്നതും പിന്നീട് അത് വലിയ വിവാദമാകുന്നു. കട അടപ്പിക്കുന്ന സ്ഥിതി ഇന്നലെ ഉണ്ടായി. പോലീസ് എത്തി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെത്തി. പിന്നീടാണ് LDFന്റെയും UDFന്റെയും നേതാക്കളും പ്രവർത്തകരും പരാതിയുമായി രംഗത്ത് വരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BNSഉം അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. കിറ്റ് വിവാദം പുകയുന്നു. ആ കിറ്റ് BJP കഴിഞ്ഞ തവണ ഇതേപോലെ ഭാരതരി വരുന്ന സമയത്തും ഒരു വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വെച്ച ഭാരതരി അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഭാരതരിയെക്കുറിച്ചൊരു കേൾവിയുമില്ല എന്നുള്ളതാണ്.